വേറെന്തെങ്കിലും അസുഖമുണ്ടോ? കാര്യമായിട്ട് അസുഖമൊന്നുമില്ല. പിന്നെ പ്രഷർ ഉണ്ട്. മൂപ്പർക്കത് നിസാര രോഗ. ഏറ്റവും ഭീകര രോഗം കില്ലർ ഡിസീസ്. കില്ലർ ഡിസീസ് എന്ന് പറഞ്ഞാൽ കൊലയാളി രോഗം. പലരും അകാലത്തിൽ എന്ന് നമ്മൾ വിളിക്കുന്ന മരണമില്ലേ, പെട്ടെന്ന് തലകറങ്ങി വീണ് മരണമില്ലേ, കുഴഞ്ഞു വീണ് മരണമില്ലേ, ഈ അടുത്ത കാലത്ത് നമ്മുടെ യുവാക്കൾക്കിടയിൽ വ്യാപകമായി കടന്നുകൂടിയ മരണമില്ലേ, ചെറുപ്പക്കാർക്കിടയിൽ 18 വയസ്സ്. ഇന്നലിപ്പോ ജാമിയ അസ്അദിയ അറബിക് കോളേജിൽ ഷെയ്ഖുന PKP ഉസ്താദിന്റെ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ മരണ വാർത്ത അറിഞ്ഞു. അള്ളാന്റെ ദീനിന്റെ വഴിയിലായി പഠിക്കുന്ന ഒരു പൊന്നുമോൻ. ആ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ അള്ളാഹുവേ. ആ കുടുംബത്തിന് നീ സമാധാനം കൊടുക്കണേ അല്ലാഹ്. ചെറുപ്പക്കാർക്കിടയിൽ, യുവാക്കൾക്കിടയിൽ 18, 19, 20 വയസ്സല്ലെ 30 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാർക്കിടയിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന മരണം ആക്സിഡന്റ് മരണമല്ല, ബൈക്ക് ആക്സിഡന്റിലുള്ള മരണമല്ല, തലകറങ്ങി വീണിട്ടുള്ള മരണമാണ്. കാരണം രാത്രി ഉറങ്ങാൻ നേരം വളരെ വൈകിയാലും മൊബൈലിന്റെ ഉപയോഗം കുറക്കില്ല. മൊബൈൽ ഫോൺ രാത്രി ഏറെ നേരം ഉപയോഗിക്കും. എന്നിട്ട് തലയുടെ അടുത്താണ് ഇത് വെച്ച് കിടക്കുക. ഇതുണ്ടാക്കുന്ന ദുരിതത്തെക്കുറിച്ച്, ഇതുണ്ടാക്കുന്ന നഷ്ടത്തെക്കുറിച്ച്, ഇതുണ്ടാക്കുന്ന നാശത്തെക്കുറിച്ച് എൻ്റെ അനുജന്മാര്, നിങ്ങൾ ഈ സമൂഹത്തിന്റെ നട്ടെല്ലാണ്. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങൾ ഈ സമൂഹത്തിന്റെ നട്ടെല്ലാണ്. ഒരു മനുഷ്യന്റെ ശരീരം ഇങ്ങനെ നിവർന്നു നിൽക്കുന്നത് നട്ടെല്ലുള്ളോണ്ടാണ്, കാലുള്ളോണ്ടല്ല. മനസ്സിലാവുണ്ടോ? 2 കാലുള്ളോണ്ടാണോ ജലീൽ ദാരിമി ഇങ്ങനെ നിൽക്കുന്നത്? നട്ടെല്ലിന് തകരാറ് വന്നാൽ ജലീൽ ദാരിമിക്ക് ഇതുപോലെ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ പറ്റൂല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ജീവിതത്തോട് കൊതിയില്ലാത്ത ആരാണുള്ളത്? ജീവിതത്തോട് താല്പര്യമില്ലാത്ത ആരാണുള്ളത്? ഒരുപാട് കാലം ഇവിടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആരാണ് ഈ സദസ്സിലുള്ളത്? ഏത് ചെറുപ്പക്കാരനാണ് വേഗം മരിച്ചുവിടുന്ന് പോവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുള്ളത്? ഈ സമൂഹത്തിലെ ചെറുപ്പക്കാരുടെ ആയുസ് കവർന്നെടുക്കുന്നതിൽ പെടുന്നനെയുള്ള മരണത്തിലേക്ക് ഈ സമൂഹത്തിലെ ചെറുപ്പക്കാരെ തള്ളിവിടുന്നതിൽ മൊബൈൽ ഫോണിന്റെ പങ്ക് വിസ്മരിക്കാൻ പറ്റൂല. രാത്രി നേരം ഒരുപാട് വൈകുന്നത് വരെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന എന്റെ ചെറുപ്പക്കാര് കുഴഞ്ഞു വീണ് മരിക്കുന്നതിനെ തൊട്ട് നിങ്ങൾ പത്രത്തിൽ വായിക്കാറില്ലേ? കുഴഞ്ഞു വീണ് മരണം, ഒരു ഭാഗത്ത് തളർന്ന് കിടപ്പിലാവുക. വയസ്സെത്രേ? 22 വയസ്സ്. ഇയാൾക്ക് എത്ര വയസ്സ്? 23 വയസ്സ്. അപ്പൊ കൊലയാളി രോഗമെന്ന്, കില്ലർ ഡിസീസ് എന്ന്, ഏറ്റവും കൂടുതൽ ആളുകൾ മരണത്തിന് പെട്ടെന്ന് വിധേയമായി പോകുന്ന രോഗം പ്രഷറിന്റെ കംപ്ലൈന്റ് ആണ്, BP-യുടെ കംപ്ലൈന്റ് ആണ്. ഇനി അത് പറഞ്ഞു കേട്ടിട്ട് നിങ്ങൾ ഈ സദസ്സ് തന്നെ BP കൂടി ബേജാറാവരുത് കേട്ടോ. ശരീരത്തിലെ രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ, പ്രഷറിന്റെ കംപ്ലൈന്റിനെ നിയന്ത്രിക്കാൻ, ഹൃദയത്തെ സ്വസ്ഥമാക്കാൻ, നെർവസുകളുടെ പ്രവർത്തനത്തെ ക്രമപ്പെടുത്താൻ പരിശുദ്ധ ഖുർആനിൽ അതിമനോഹരമായ ഒരു ആയത്തുണ്ട്. അത് ശഅബാൻ മാസത്തിലാണ് അവതരിച്ചത്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. സ്വലാത്തിനു വേണ്ടി സംഘടിപ്പിച്ച സദസ്സാണ്. സ്വലാത്തിന്റെ വാർഷികമാണ്. മനഃശാന്തിക്ക് ഏറ്റവും നല്ല ഔഷധം സ്വലാത്താണ്. സ്വലാത്ത് നിർദ്ദേശിക്കപ്പെട്ട ആയത്ത് മനസ്സിന്റെ സമാധാനം ഏറ്റവും നന്നായി നിങ്ങൾക്ക് നൽകുന്ന മരുന്നാണ്. ഖുർആനിൽ ശിഫയുണ്ടെന്ന് മുഹമ്മദ് റസൂൽ. അലൈക്കും ശിഫാഈൻ. ഒരു ഹദീസ് ശ്രദ്ധിക്കണേ നിങ്ങൾ. അലൈക്കും ശിഫാഈൻ. രോഗത്തിന്റെ പ്രയാസകരമായ അവസ്ഥയിൽ ബുദ്ധിമുട്ടിലായി കഴിയുന്ന നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. രോഗശമനത്തിന് 2 വഴി മുഹമ്മദുർ റസൂൽ. അലൈക്കും അലൈക്കും ശിഫാഈൻ. രോഗം ശിഫയാവാൻ 2 വഴികൾ. ഒന്നേതാണ്
അൽ അസ്റിൽ തേനാണ്. വാളിന്റെ ഒക്കെ സദസ്സിൽ ഒരുപാട് തേൻ കൊണ്ടുവരണം, എന്നിട്ട് മോമിനിങ്ങൾക്ക് കൊടുക്കണം, അവരെ അടുത്ത് പൈസ വാങ്ങണം. കാരണം തേനിന്റെ മഹത്വം പറയുന്ന സദസ്സാണ്. രോഗം ശിഫയാവാൻ സഹായിക്കുന്ന ഈ ഭൂമികയിൽ ഏറ്റവും അമൂല്യമായ ഭൗതിക വസ്തു തേനാണെന്ന് മുഹമ്മദുർ റസൂൽ